അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂട്ടരുടെയും ലോകത്തെ ഞെട്ടിച്ച ഗാസ ഏറ്റെടുക്കൽ പദ്ധതി ഇല്ലാതാക്കിയിരിക്കുകയാണ് അറബ് ലോകം. വെറും വാക്കുകൾ മാത്രമല്ല, ഗാസ ഏറ്റെടുക്കുകയും 2 ദശലക്ഷത്തിലധികം പലസ്തീനികളെ ഒഴിപ്പിക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെ ആശയത്തെ എതിർക്കുന്ന അറബ് രാജ്യങ്ങൾ $53 ബില്യൺ ബദൽ പദ്ധതിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിലാണ് ഗാസ പുനർനിർമ്മാണത്തിനുള്ള ബദൽ പദ്ധതി അറബ് നേതാക്കൾ അംഗീകരിച്ചത്. ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി ഉച്ചകോടി അംഗീകരിക്കുകയായിരുന്നു. ഈജിപ്ത് പദ്ധതി ഇപ്പോൾ ഒരു അറബ് പദ്ധതിയായി മാറിയെന്ന് മണിക്കൂറുകൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഗെയ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. നിർബന്ധിതമായ ഏതൊരു കുടിയിറക്കത്തെയും തള്ളിക്കളയുക എന്നതാണ് അറബ് നിലപാടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. നശിച്ചുപോയ ഗാസ പ്രദേശത്തെ മനോഹരമായി പുനഃസൃഷ്ടിക്കുക എന്നതു മാത്രമല്ല, എല്ലാ പൗരാവകാശങ്ങളുമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന വിശാല സങ്കല്പം പൂർത്തീകരിക്കുക എന്നതുകൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് അറബ് നേതാക്കൾ പറഞ്ഞിരുന്നു. ഭൗതിക പുനർനിർമ്മാണത്തോടൊപ്പം ഇസ്രയേലിനൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന സമാന്തര പദ്ധതി കൂടി വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി തന്റെ ആമുഖ പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. നിരന്തര സംഘർഷത്തിനുള്ള ഏക ശാശ്വത പരിഹാരമായി അറബ് രാജ്യങ്ങളും മറ്റുള്ളവരും ഈ നീക്കത്തെ കാണുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും സ്വാഭാവികമായും ഈ ആവശ്യത്തെ ശക്തമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുത്ത സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന പലസ്തീൻ സർക്കാരിന്റെ കുടക്കീഴിൽ ഗാസ മാനേജ്മെന്റ് കമ്മിറ്റി താൽക്കാലികമായി ഗാസയുടെ പുനർനിർമ്മിതി അടക്കമുള്ള ഭരണം നടത്താനും ഈ പുതിയ പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം പദ്ധതിയിൽ ഹമാസ് എന്ത് പങ്ക് വഹിക്കുമെന്ന വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൂടാതെ ഇസ്രയേലുമായുള്ള സംഘർഷത്തിന്റെ കാരണങ്ങൾ നീക്കം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പദ്ധതിയിലെ നിർദ്ദേശത്തിലുണ്ട്. ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണനിർവഹണം നടത്തണമെന്നും അതല്ല ആ തീരുമാനങ്ങൾ പലസ്തീനുകളുടെ ഇഷ്ടത്തിന് വിടണമെന്നുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. നിരായുധീകരണം നടത്തുന്ന മറ്റൊരു അപകട സാധ്യതയെക്കുറിച്ചും നേതാക്കൾക്ക് ആശങ്കയുണ്ട്. ഗാസയിലെ സുരക്ഷാ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അന്താരാഷ്ട്ര സമാധാന സേനാംഗങ്ങളെ വിന്യസിക്കാൻ UN സുരക്ഷാ കൗൺസിലിനോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അറബ് ഉച്ചകോടി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ പുനർനിർമ്മാണ പദ്ധതിക്ക് ആവശ്യമായ വലിയ തുകകൾ സ്വരൂപിക്കുന്നതിനായി അടുത്ത മാസം ഒരു പ്രധാന അന്താരാഷ്ട്ര സമ്മേളനവും നടക്കും. ഗാസ പുനർനിർമ്മാണ പദ്ധതിയിലേക്ക് സമ്പന്ന ഗൾഫ് രാജ്യങ്ങൾ ഭീമമായ തുകയുടെ ഒരു ഭാഗം നൽകാൻ തയ്യാറാണെന്ന സൂചനയുണ്ട്. എന്നാൽ മറ്റൊരു യുദ്ധത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴില്ലെന്നും അവർ നൽകുന്ന പണം പാഴാകില്ലെന്നുമുള്ള പൂർണ്ണമായ ഉറപ്പാണ് അവർക്ക് ആവശ്യം. ഇല്ലെങ്കിൽ ആരും നിക്ഷേപിക്കാൻ തയ്യാറാകില്ല എന്നാണ് വിവരം. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ഇപ്പോൾ തകർച്ചയുടെ വക്കിലായതിനാൽ ഗാസയിൽ നിക്ഷേപിക്കാൻ അത്ര പെട്ടെന്ന് ആരും തയ്യാറാകില്ല. വൻതോതിലുള്ള കെട്ടിട അവശിഷ്ടങ്ങളും പൊട്ടിത്തെറിക്കാത്ത സൈനിക ആയുധങ്ങളും നീക്കം ചെയ്യാൻ ആരംഭിക്കുന്നതിനായി വേണ്ടിവരുന്ന ഏകദേശം 6 മാസത്തെ പ്രാരംഭ കാലയളവ് ഉൾപ്പെടെ ഗാസ പുനർനിർമ്മിക്കാനുള്ള ഈ പുതിയ അറബ് പദ്ധതി 3 ഘട്ടങ്ങളിലായാണ് വികസിക്കുക. തുടർന്നുള്ള 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ നിരവധി വർഷങ്ങൾ വേണ്ടിവരും. 90% വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തുവെന്നാണ് UN പറയുന്നത്. സ്കൂളുകളും ആശുപത്രികളും മുതൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും വരെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും തകർന്നിരിക്കുന്ന ഇവിടെ ഈ നിലയിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നത്. ഗാസ പുനർനിർമ്മാണ കാലയളവിൽ 1.5 ദശലക്ഷം വരുന്ന പലസ്തീനികളെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് പാർപ്പിക്കും. മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഭവന യൂണിറ്റുകളായിട്ടാണ് തിളങ്ങുന്ന അറബ് പദ്ധതിയുടെ ബ്രോഷറിലെ ഫോട്ടോഗ്രാഫുകൾ ഗാസ പദ്ധതിയെ അവതരിപ്പിച്ചിരിക്കുന്നത്.